ഹലോ മമ്മീസ് ആൻഡ് ഡാഡീസ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ കാണാൻ പോകുന്നത് അമൃതം പൊടി കൊണ്ട് അടുത്തൊരു റെസിപ്പിയാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അമൃതം പൊടി കൊണ്ട് നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള പുട്ടാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. നേരത്തെ തന്നെ നമ്മൾ അമൃതം പൊടിയുടെ ധാരാളം എപ്പിസോഡ്സ് ചെയ്തിട്ടുണ്ട്. കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, കുക്കീസ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഹൽവ ഉണ്ടാക്കിയിട്ടുണ്ട്, ലഡ്ഡു ഉണ്ടാക്കിയിട്ടുണ്ട്, മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പലരും കണ്ട് വളരെ നല്ല അഭിപ്രായങ്ങളാണ് അറിയിച്ചിട്ടുള്ളത്. വളരെ വളരെ സന്തോഷമുണ്ട്. ആ കമൻസൊക്കെ വായിക്കുമ്പോഴത്തേക്കും പലരും മെയിലും അയച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ എപ്പിസോഡ്സ് ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം, തീർച്ചയായിട്ടും കണ്ടു നോക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിലേക്കായിട്ട് നമുക്ക് ആദ്യം ആവശ്യം 1 കപ്പ് അമൃതം പൊടിയാണ്. അത് നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്ത് വേണ്ടത് 1/2 കപ്പ് ഗോതമ്പ് പൊടി അല്ലെങ്കിൽ വീറ്റ്. അടുത്ത നമ്മൾ ചേർക്കുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് പൗഡറാണ്. ഇത് വീട്ടിലെങ്ങനെ തയ്യാറാക്കാം എന്നുള്ളൊരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം, തീർച്ചയായിട്ടും കണ്ടു നോക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ടേബിൾ സ്പൂണാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. കൂടുതൽ ന്യൂട്രീഷ്യസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കില്ല, ആ സമയത്ത് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്തും ഉണ്ടാക്കാവുന്നതാണ്. അടുത്ത് ചേർക്കുന്ന ആവശ്യത്തിന് ഉപ്പാണ്. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അമൃതം പൊടിയുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഗോതമ്പ്, അതായത് വീറ്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് കുഴച്ചെടുക്കുമ്പോഴത്തേക്കും ഒരുപാട് വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ ഗോതമ്പ് പുട്ട് തയ്യാറാക്കുന്ന പോലെ തന്നെയാണ്. അല്പം വെള്ളം ഒഴിച്ച് ആദ്യം ഒന്ന് ചെറുതായിട്ട് കുഴച്ചെടുക്കുക. ആദ്യം ഒന്ന് കുഴയ്ക്കുമ്പോൾ ഇതുപോലെ കയ്യിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നും. അത് സാരമില്ല, അത് മാറ്റി വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാക്കി മാറ്റാനൊരു ട്രിക്കുണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് കാണാം. ഇനി ഇത് നമ്മൾ ഒരു മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ ടെക്സ്ചർ ഞാൻ കുറച്ചും കൂടി ക്ലോസപ്പിൽ കാണിച്ചു തരാം. ഇപ്പോൾ ഒരുപാട് കട്ടകളായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ചിലത് കണ്ടു കഴിഞ്ഞാൽ മാവിൽ ഒട്ടും വെള്ളം നനഞ്ഞിട്ടില്ല എന്നും തോന്നുന്ന കുറച്ച് മാവുണ്ട്. അപ്പോൾ അത് ഏറ്റവും അടിയിലുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരുപാട് കട്ടകളായിട്ടാണ്, ഒട്ടും സോഫ്റ്റ് അല്ലാത്ത രീതിയിൽ ഒരു ടെക്സ്ചറിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത്, മിക്സിയിൽ നമ്മളൊരു പൾസ് മൂവ്മെൻറ്റ്സ് ഉപയോഗിച്ച് 1-2 സെക്കൻഡ് വീതം ഒരു 3-4 പ്രാവശ്യം ഇതൊന്ന് പ്രോസസ്സ് ചെയ്തെടുക്കും. അപ്പോൾ ഞാനിത് പൾസ് ചെയ്ത് കൊണ്ടുവരാം. ഇപ്പോൾ കണ്ടോ, ആ ടെക്സ്ചർ കംപ്ലീറ്റ് അങ്ങ് മാറി ശരിക്കും ഒരു ബ്രെഡ് ക്രംബിൻ്റെ ഒരു ടെക്സ്ചറിലേക്ക് മാറി. ഇനി നമുക്ക് പുട്ട് സാധാരണ നമ്മൾ തയ്യാറാക്കുന്ന പോലെ തേങ്ങയും ഈ മാവും കൂടി ലെയർ ചെയ്ത് തയ്യാറാക്കാം. ഞാനിതുപോലെ ഏറ്റവും അവസാനം ഒത്തിരി നെയ്യും കൂടി ഒഴിച്ചാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു സ്വാദ് വരും. നെയ്യും നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ, പക്ഷെ ചേർക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വളരെ ന്യൂട്രീഷ്യസ് ആണ്. നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്ന നെയ്യാണിത്. വീട്ടിലെങ്ങനെയാണ് ഹോം മെയ്ഡ് ദേശി ഗീ എങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കാമെന്നൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ഈ ഒരു മെത്തേഡിൽ ഉണ്ടാക്കുന്ന നെയ്യായിരിക്കും കുട്ടികൾക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എടുത്തു നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പുട്ട് ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പുട്ട് വളരെ വളരെ ഇഷ്ടമാവും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ മറക്കാതെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. സ്റ്റേ സേഫ് ആൻഡ് ഹാപ്പി. ബൈ.